ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജന്മാഷ്ടമിയൊക്കെ വരാൻ പോവുകയാണല്ലോ, കൃഷ്ണ ജയന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന അരിപ്പൊടി കൊണ്ട് നമുക്ക് 2 റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഈ വാങ്ങിയ അരിപ്പൊടി നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിത് ഞാനിപ്പോൾ ഒരു 1/4 കിലോ എടുത്തിട്ട് അതിൽ 1/2 കിലോൻ്റെ പാക്കറ്റായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കിലോ എടുത്തിട്ട് ഞാനിതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ ഒരുപാട് കളർ ചേഞ്ചായി വരാൻ പാടില്ല. ലേശം ഒരു കളർ ചേഞ്ച് വരും, നല്ലൊരു മണവും വരും. പിന്നെ നമുക്ക് അത് വെച്ചിട്ട് കോലം പോലെ ഒന്ന് വരച്ച് നോക്കുമ്പോൾ ഇടവിടാതെയുള്ള ഒരു ഇഴ വരും നമുക്ക് കോലം വരയ്ക്കുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കതിന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട്, ഇപ്പോൾ ഈ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് ചൂടുണ്ടാവും, അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ അടിയിലുള്ള പൊടി മാത്രം കളർ മാറിപ്പോവും. അപ്പോൾ അതിനോണ്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഈ അരിപ്പൊടി ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചല്ലടയിലിട്ട്, എൻ്റെ അടുത്ത് ഇവിടെ ചല്ലടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അരിപ്പ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അരിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് ചലിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സീഡ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സീഡ എന്നാണ് തമിഴിൽ പറയുക. ചീടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അല പൊട്ടിപ്പോകും. അല്ലെങ്കിൽ അപ്പോൾ നല്ലപോലെ ഒന്ന് ചലിച്ചെടുക്കുക. ഇപ്പോൾ അരിപ്പൊടി ഞാനിതുപോലെ ചലിച്ചെടുത്ത അരിപ്പൊടി 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉഴുന്ന് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്, ഒരുപാട് കളർ ചേഞ്ചായി വരാതെ അതിന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തതാണിത്, ഈ ഉഴുന്ന് പൊടി. അത് നമുക്ക് 2 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ശർക്കര, നമ്മൾ വെല്ലച്ചയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ 1/4 കപ്പ്, 1 കപ്പ് പൊടിക്ക് 1/4 കപ്പ്, 1 കപ്പ് വറുത്ത പൊടിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് 1/4 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നല്ല കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് അരിച്ചെടുത്ത ശർക്കര വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വന്നാൽ മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച നാളികേരം 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം, ചെറുതായി മുറിച്ചത്. പിന്നെ അതിലേക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എള്ള് നിങ്ങൾക്ക് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറുത്ത എള്ള് ചേർക്കുമ്പോഴാണ് കൂടുതൽ മണവും ഒക്കെ വരുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ വെളുത്ത എള്ളാണ് ഉണ്ടായിരുന്നു, ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് നമുക്കത് ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക്, ഈ അരിപ്പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെണ്ണയും കൂടെ ചേർക്കണം, 1 ടീസ്പൂൺ. ഞാനിപ്പോൾ വെണ്ണ പിന്നീടാണ് ചേർത്തത്, ആദ്യമേ തന്നെ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു മണമുണ്ടാവും. ഇപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുഴയ്ക്കാവുന്നതാണ്. ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരയുടെ വെള്ളം പോരാന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് 1-2 ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അതുപോലെ തന്നെ ഓളിനുള്ള ഓപ്ഷൻ, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓളിനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനതിലേക്ക് വെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് ഞാൻ ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. പിന്നെ നമുക്കിത് ചെറിയ അരമണിക്കൂറിന് ശേഷം അപ്പോൾ തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഞാനൊരു അരമണിക്കൂർ വയ്ക്കുമ്പോൾ ഇനിയും നല്ലൊരു സ്വാദ് ഒക്കെ ഉണ്ടാവും. അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ നെല്ലിക്കയുടെ സൈസിൽ നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. എണ്ണ കുറേശ്ശെ വെച്ചിട്ട് ഒരുപാട് അതിലേക്ക് ഉരുളകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 3-4 ഒരേ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ വളരെ കുറച്ചാണെങ്കിൽ 2 എണ്ണം വീതം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് പുറമേയും അകത്തുമൊക്കെ നല്ലപോലെ അത് വെന്ത് വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ബ്രൗണായി നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെല്ലസീട റെഡിയായി. ഇപ്പോൾ അടുത്തത് ഈ വറുത്ത പൊടി 1 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഉഴുന്നുപൊടി 2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എരിവ് 1 ടീസ്പൂൺ. ഞാനിപ്പോൾ 250 ml കപ്പിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് പറയുന്നത്. ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതിലേക്ക് വെണ്ണ 1 ടേബിൾ സ്പൂൺ വെണ്ണയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആദ്യമേ തന്നെ കൈ കൊണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ മറന്നുപോയി, പിന്നീടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കായപ്പൊടിയും കൂടെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറിവേപ്പിലയും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചത് 1 ടീസ്പൂൺ അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിനെ കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ വെണ്ണയും ഒക്കെ വറുത്ത അരിപ്പൊടിയുമായി നല്ല ക്രിസ്പി ആയിട്ടുള്ള തട്ട തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ആദ്യമേ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ചൂടായ എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ നമ്മൾ എണ്ണയും വെണ്ണയും എത്ര ചേർക്കുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് പിന്നെ കായപ്പൊടി ഞാനിപ്പോഴാണ് ചേർത്തത് കേട്ടോ, 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ നല്ലൊരു തുണി എടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകൾ നെല്ലിക്ക സൈസിലുള്ള മാവെടുത്തിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഇതുപോലെ തുണിയിൽ വെച്ചിട്ട് കൈ കൊണ്ടും പരത്തി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അങ്ങനെയും നമുക്കത് പരത്തിയെടുക്കാം. ഒരു കപ്പ് വെച്ചിട്ടോ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ടോ പ്രസ് ചെയ്തെടുത്താൽ നമുക്കെല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്കത് ഒരു കത്തിയോ ഫോർക്കോ വെച്ച് ഒന്ന് ഓരോ ചെറിയ ചെറിയ കുത്തുകൾ അതിൽ കുത്തി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അത് ഒരുപാട് ഇങ്ങനെ പൊള്ളച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്ലാറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള തട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്കത് ചെറിയ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കത്തി വെച്ചിട്ടോ ഒന്ന് ഓരോ ഹോളുണ്ടാക്കി ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിൽ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, മറ്റേത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ, നമ്മുടെ വെല്ലസീട. പിന്നെ ഈ തട്ടയ്ക്ക് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഈ എണ്ണയുടെ സൗണ്ടൊക്കെ ഒന്ന് നിൽക്കും, ഇങ്ങനെ തിളച്ച് വരില്ലേ, ബബിൾ പോലെ വരും എണ്ണയിൽ. ആ സൗണ്ടൊക്കെ നിന്നിട്ട് തട്ടയുടെ കളറൊന്ന് ചേഞ്ചായി വരും, ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആയി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള തട്ട തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 റെസിപ്പിയും നിങ്ങൾ ഈ ജന്മാഷ്ടമിക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള തട്ടകളും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി നമുക്ക് സാധാരണയായിട്ട് നമ്മൾ തന്നെ അരി കുതിർത്ത് അത് പൊടിച്ച് അങ്ങനെ ചലിച്ചെടുത്ത് ആ ഫ്രഷ് ആയിട്ടുള്ള അരിപ്പൊടിയിലാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്നും വാങ്ങിയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.